ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറ സുനനു സുനനു മുഹമ്മദിൻ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി ഹുദസാതുഹാ വകുല്ലു ഹുദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് ഉസീകും അയ്യായ അവ്വലം ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആ ഇരിക്കണവരൊക്കെ ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ ഇരുന്നാൽ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും. ഒന്നിങ്ങനെ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടൊന്ന് ഇരുന്നാൽ മതി. പരിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഒരു റമദാനിൽ കൂടി നമുക്ക് ജീവിക്കാൻ അവസരം ലഭിക്കുകയുണ്ടായി. റമദാനിൽ ജീവിക്കാൻ അവസരം കിട്ടുക എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വളരെ വലിയ സൗഭാഗ്യമാണ്. കാരണം ഒരാൾ റമദാനിൽ ജീവിച്ചാൽ ആ റമദാനിന്റെ പ്രതിഫലം അയാൾ ആഗ്രഹിച്ചുകൊണ്ട് അമലുകൾ ചെയ്താൽ അയാൾക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞാൽ സ്വർഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന സുദീർഘമായ ഒരു ഹദീസിൽ അവിടുന്ന് പറയുകയുണ്ടായി, രണ്ടാളുകൾ ഒരേ ദിവസം പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. അതിലെ ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായിക്കൊണ്ട് മരണപ്പെട്ടു. രണ്ടാമത്തെ വ്യക്തി ഒരു വർഷം കൂടി കഴിഞ്ഞിട്ട് സാദാ പോലെ കട്ടിലിൽ കിടന്ന് മരണപ്പെടുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, കട്ടിലിൽ കിടന്നുകൊണ്ട് മരണപ്പെട്ട വ്യക്തിയാണ് ആദ്യമായിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. സ്വഹാബികളായ ആളുകൾ ചോദിക്കുകയുണ്ടായി, പ്രവാചകരെ, രക്തസാക്ഷിയാകുക എന്നുള്ളത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലം നിറഞ്ഞൊരു കാര്യമാണല്ലോ, അതുകൊണ്ട് അയാളല്ലേ ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടത്? ഈ സംശയത്തിന് മറുപടി കൊണ്ട്
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, രണ്ടാമത് മരണപ്പെട്ട വ്യക്തിക്ക് ഒരു റമളാനിൽ കൂടി ജീവിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അയാൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചു. ആ രൂപത്തിൽ ഒരു ഭാഗ്യം ലഭിച്ച, നമ്മുടെ ആയുസ്സിൽ ഭാഗ്യം ലഭിച്ചവരാണ് ഞാനും നിങ്ങളും. ഈ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മളിലെ മാറ്റങ്ങളെ പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ മാറ്റിവെച്ച തിന്മകൾ, ഹറാമുകൾ ഈ റമളാൻ കഴിയുന്നതോടുകൂടി വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ ഈ റമളാൻ നമ്മളിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല. റമളാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പരിശീലനമായിരുന്നു. റമളാനിൽ നാം നേടിയെടുത്ത വ്രതവിശുദ്ധിയും തഖ്വയും ഇനിയുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും തുടർന്നു പോകുവാൻ നമുക്ക് കഴിയണം. ഈ റമളാനിൽ നമ്മൾ നേടിയെടുത്ത ഒരുപാട് ഇബാദത്തുകൾ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് നമുക്ക് പൊളിച്ചു കളയുവാൻ സാധിക്കും. അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ റമളാനിന്റെ അവസാനത്തെ 10 എത്തി നിൽക്കുന്ന, അതിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിച്ച നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹുവേ, എന്റെ നോമ്പിനെ, അതേപോലെ തന്നെ നമസ്കാരങ്ങളെ, രാത്രി നമസ്കാരത്തെ, സ്വതക്കകളെ, സകാത്തിനെ, ദിക്റുകളെ നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് സഹോദരി സഹോദരങ്ങളെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെയൊക്കെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകേണ്ടത്. സ്വഹാബത്ത് അവർ റമളാൻ കഴിയുമ്പോൾ ഭയപ്പെട്ടിരുന്ന ഒന്ന് തങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ എന്റെ രക്ഷിതാവേ, കർമ്മങ്ങളെ പരലോകീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. മഹാനായ അതാഉസ്സലമി റഹിമഹുള്ളയുടെ ചരിത്രം ഒരുപക്ഷെ നമ്മളൊക്കെ ധാരാളം കേട്ടവരായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉലൂമുൽ ഖുർആനിൽ, പരിശുദ്ധ ഖുർആനിന്റെ ശാസ്ത്ര ശാഖയിൽ ഒരുപാട് പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം നല്ല രൂപത്തിൽ വളരെ മനോഹരമായി പുതപ്പ് നെയ്തുണ്ടാക്കും. അങ്ങനെ അന്നാട്ടിലെ രാജാവ് ഒരു ദിവസം അതാഉസ്സലമിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നീ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു പുതപ്പ് എനിക്ക് ഉണ്ടാക്കി തരണം. അതാഉസ്സലമി റഹിമഹുള്ള രാജാവിനു വേണ്ടി പുതപ്പിന്റെ നിർമ്മിതികൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ട് വളരെ മനോഹരമായ ഒരു പുതപ്പുമായി അതാഉസ്സലമി റഹിമഹുള്ള രാജാവിന്റെ അടുക്കലേക്ക് പോകുകയാണ്. രാജാവ് പുതപ്പ് വാങ്ങി ആ പുതപ്പ് ഇങ്ങനെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നീ ഉണ്ടാക്കിയ പുതപ്പിൽ ഇന്ന ഇന്ന പോരായ്മകളുണ്ട്, അതുകൊണ്ട് ഇതെനിക്ക് വേണ്ട, മറ്റൊന്ന് ഇതിനേക്കാൾ ഭംഗിയുള്ള ഒന്ന് എനിക്ക് നീ ഉണ്ടാക്കി തരണം. ഇത് കേട്ടപ്പോ അതാഉസ്സലമി റഹ്മഹുള്ള കരയാൻ തുടങ്ങിയെന്ന സഹതാപം തോന്നിക്കൊണ്ട് രാജാവ് പറഞ്ഞു, ഇതിന്റെ വില എത്രച്ചാ ഞാനത് തരാം, നീ കരയേണ്ടതില്ല. ഈ സമയത്ത് അതാഉസ്സലമി റഹ്മഹുള്ള ആ രാജാവിന് നൽകുന്ന ഒരു മറുപടി ഉണ്ട്. നാളെ പരലോകത്ത് ഞാൻ എന്റെ കർമ്മങ്ങളുമായി എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നിന്റെ നോമ്പിൽ, നിന്റെ നമസ്കാരത്തിൽ, നിന്റെ ഇബാദത്തുകളിൽ ഇന്ന ഇന്ന പോരായ്മകളുണ്ട്, അതുകൊണ്ട് എനിക്ക് നിന്റെ കർമ്മങ്ങൾ വേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് മടക്കി നിർവഹിക്കാൻ എനിക്ക് മറ്റൊരു അവസരമില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരഞ്ഞതാണ് എന്ന്. ആ ഒരു ഭയമാണ് സഹോദരി സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നമ്മൾ ആശ്വസിക്കരുത്, ഞാൻ നോമ്പെടുത്തല്ലോ, രാത്രി ഒരുപാട് നേരം നമസ്കരിച്ചല്ലോ, ജമാഅത്തുകൾക്ക് ഞാൻ വന്നല്ലോ, സ്വതക്കകൾ നൽകി, സക്കാത്ത് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമ്മൾ ആശ്വസിക്കാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്കാർക്കും സാധിക്കുകയില്ല.
അതുകൊണ്ട് എന്റെ കർമ്മങ്ങളെ റബ്ബേ നിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് സഹോദരി സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഈ വിശുദ്ധ റമളാൻ നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് നമ്മുടെ രാത്രി നമസ്കാരമാണ്. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ അഫ്ളലായ നമസ്കാരമാണ് രാത്രി നമസ്കാരം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രാത്രിയുടെ അന്ത്യാമങ്ങളായാൽ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ഒരു അടിമ എന്നോട് എന്താണോ ചോദിക്കുന്നത് അവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറയില്ലാതെ ഉത്തരം നൽകും എന്നുള്ളതാണ്. ആ രാത്രി നമസ്കാരം ഇനി നമ്മുടെ ജീവിതത്തിൽ മറ്റു ദിവസങ്ങളിൽ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, അഫ്ശുസ് സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം പറയുന്നതിനെ വ്യാപിപ്പിക്കുക. വഅത്ഇമുത് ത്വആം, പാവപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണങ്ങൾ നൽകുക. വസിലുൽ അർഹാം, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ ചേർക്കുക. വസല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി എണീച്ചുകൊണ്ട് അല്പനേരം നമസ്കരിക്കുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരം കർമ്മങ്ങൾ ഒരാൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസ്സലാം എന്നാണ്. അവന് സമാധാനത്തോടെ, ഒരു പ്രയാസമില്ലാതെ, വളരെ സമാധാനത്തോടെ അയാൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വളരെ നിസ്സാരമായ കാര്യങ്ങൾ, അതിൽപ്പെട്ട ഒന്നാണ് രാത്രി നമസ്കാരം. ഒരു പ്രശ്നമല്ലാതെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഏറ്റവും വളരെ വലിയൊരു പുണ്യം. ആ രാത്രി നമസ്കാരത്തെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ 5 നേരത്തെ നമസ്കാരം ഈ റമളാനിൽ ഒരു വക്ത് പോലും പാഴായി പോകാതെ ജമാഅത്തായി കൊണ്ട് തന്നെ 5 നേരത്തെ നമസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചു. അതിന്റെ അർത്ഥം എന്താ? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് ഒരു നേരത്തെ നമസ്കാരം പോലും പാഴാക്കാതെ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളത് ഈ വിശുദ്ധ റമളാൻ തെളിയിച്ചിരിക്കുകയാണ്. നമ്മുടെ കർമ്മങ്ങളിൽ നിന്ന് അള്ളാഹു പരലോകത്ത് ആദ്യമായിട്ട് വിചാരണ ചെയ്യുക നിസ്കരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിലൂടെ നമസ്കാരത്തെ പറ്റി പറയുന്നുണ്ട്. യാത്രക്കാരന് പോലും, രോഗികൾക്ക് പോലും നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇളവില്ല. യാത്രക്കാരായ ആളുകൾ അവർക്ക് കഴിയുന്ന രൂപത്തിൽ നമസ്കാരങ്ങൾ ചുരുക്കി നിർവഹിക്കണം. രോഗികളാണ് എങ്കിൽ അവർക്ക് എങ്ങനെയാണോ സാധ്യമാകുന്നത് ആ രൂപത്തിൽ അവർ നമസ്കരിച്ചിരിക്കണമെന്നാണ്. അതുകൊണ്ട് മരണം വരെ ഈ റമളാനിൽ നമസ്കാരം കൊണ്ട് നമ്മൾ നേടിയെടുത്ത ആ ഒരു പരിശീലനം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. റമളാൻ കഴിയുന്നതോടുകൂടി നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുകയാണ് എങ്കിൽ ഈ റമളാൻ നമ്മളിൽ ഒരു പരിവർത്തനവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അല്ലാഹു തആല പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നാണ്. സത്യവിശ്വാസികളായ ആളുകൾ അവർ വിജയിച്ചിരിക്കുന്നു. അവർ വിജയിക്കാനുള്ള കാരണം അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവർ അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. പിന്നെ അല്ലാഹു പറഞ്ഞത് വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ, അവർ അവരുടെ നമസ്കാരത്തിന്റെ വിഷയങ്ങളിൽ സൂക്ഷിച്ചു പോരുന്നവരാണ്. 5 നേരം കൃത്യമായി നമസ്കരിക്കുന്ന ആളുകളാണ് എന്ന്. ആ നമസ്കാരം അടുത്ത ഒരു റമളാൻ വരെ അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ കൃത്യമായി കൊണ്ട് നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയാണ് എങ്കിൽ മാത്രമേ ഈ റമളാൻ നമ്മളിൽ മാറ്റമുണ്ടാക്കി എന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ വിശുദ്ധ റമളാൻ അവസാനിക്കുമ്പോൾ നമ്മൾ നൽകേണ്ട മറ്റൊന്നാണ് ഫിത്ർ സക്കാത്ത് എന്നുള്ളത്. കഴിഞ്ഞ ഖുതുബയിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നോമ്പിൽ വന്നിട്ടുള്ള അപാകതകൾക്കുള്ള പരിഹാരമാണ്. നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുണ്ടോ ആ ആളുകളുടെ എണ്ണം കണക്കാക്കി നമ്മുടെ നാട്ടിലെ മുഖ്യ ആഹാരം എന്താണോ അത് നമ്മൾ വിതരണം ചെയ്യണം എന്നുള്ളതാണ്. അത് തന്നെ
ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പായി കൊണ്ട് വിതരണം ചെയ്താൽ മാത്രമേ ഫിത്ർ സക്കാത്ത് എന്ന് പറയുകയുള്ളൂ. ഒരാൾ പെരുന്നാൾ നമസ്കാര ശേഷം വിതരണം ചെയ്താൽ അത് സ്വദഖയുടെ ഇനത്തിലാണ് പെടുക എന്ന് പണ്ഡിതന്മാരായ ആളുകൾ രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വിശുദ്ധ റമളാൻ അവസാനിക്കുന്നതോടുകൂടി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായ പെരുന്നാൾ സുദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് 2 ആഘോഷങ്ങളാണുള്ളത്. ഒന്ന് ഈദുൽ അദ്ഹ, രണ്ടാമത്തത് ഈദുൽ ഫിത്ർ. ഇസ്ലാമിലെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ, ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളായാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരുപാട് സുന്നത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഒരാൾ ശവ്വാൽ പിറവി കണ്ടതു മുതൽ തക്ബീറുകൾ ചൊല്ലണം എന്നാണ്. അതൊരു ഇബാദത്താണ്. അതുപോലെ തന്നെ പെരുന്നാളിന്റെ ദിവസം പുതുവസ്ത്രം അണിയണം, സുഗന്ധം ഉപയോഗിക്കണം, ഏറ്റവും നല്ല രൂപത്തിൽ അവൻ കുളിച്ച് വൃത്തിയായി ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടണമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തന്റെ എല്ലാ പെരുന്നാൾ നമസ്കാരങ്ങളും മൈതാനത്ത് വെച്ച് ഈദ്ഗാഹുകളിൽ വെച്ചിട്ടാണ് നിർവഹിച്ചിട്ടുള്ളത്. ഒരു തവണ മാത്രം മഴയുണ്ടായപ്പോൾ പള്ളിയിൽ നിർവഹിച്ചു. അത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എല്ലാ ആളുകളും, നമ്മുടെ വീട്ടിലെ ഓരോ ആളുകളും ഈദ് മുസല്ലയിൽ എത്തിച്ചേരണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശുദ്ധിയുള്ള സ്ത്രീകൾ നമസ്കാരങ്ങളിൽ നിന്ന് മാറി നിൽക്കട്ടെ. പെരുന്നാളിന്റെ ദിവസം ഇമാമിന്റെ ഉപദേശങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ പകർത്തട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ആ ഒരു പുണ്യത്തിനു വേണ്ടിയിട്ടാണ് ഈദ് മുസല്ലകളിലാണ്, മൈതാനങ്ങളിലാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പെരുന്നാളിന്റെ സുദിനത്തിൽ പ്രത്യേകമായി സ്വദഖകൾ നൽകുക, അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ സന്ദർശിക്കുക. ഇന്നും ചില നാടുകളിലൊക്കെ ഏട്ടൻ അനിയനോട് മുണ്ടൂല, നമ്മുടെയൊക്കെ ഫാമിലികളിൽ. അതേപോലെ തന്നെ അനിയൻ ജ്യേഷ്ഠനോട് മുണ്ടൂല. നമ്മുടെ പിതാവ് വഴിയുള്ള കുടുംബങ്ങൾ ഉണ്ടാകും, മാതാവ് വഴിയുള്ള കുടുംബങ്ങൾ ഉണ്ടാകും. പരസ്പരം പിണങ്ങി നിന്ന് വർഷങ്ങളോളം നീങ്ങി നിൽക്കുന്ന ആളുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സത്യവിശ്വാസികളുടെ കർമ്മങ്ങൾ എന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടും. അന്ന് തൗഹീദുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ തെറ്റുകൾ പുറത്തു കൊടുക്കുകയും അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. 3 വിഭാഗങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുകയോ അവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യുകയില്ല. നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു ഹദീസ്, നമ്മുടെ കർമ്മങ്ങളെ സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഏതൊക്കെയാണ് ആ 3 വിഭാഗങ്ങൾ? ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചെല്ലാത്ത ആളുകൾ. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ ദീനിലേക്ക് അനാചാരങ്ങൾ, ബിദ്അത്തുകൾ കടത്തിക്കൂട്ടി അതുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ. മൂന്നാമത്തത്, പരസ്പരം പിണങ്ങി നിൽക്കുന്ന ആളുകളാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, പിണങ്ങി നിൽക്കുന്നതിൽ ആരാണോ ആദ്യം സലാം കൊണ്ട് തുടങ്ങുന്നത് അവനാണ് ഏറ്റവും വലിയ ഉത്തമൻ എന്ന്. നമ്മുടെ കുടുംബങ്ങൾ പരസ്പരം ഐക്യത്തോടെ ഒരുമയോടെ മുന്നോട്ട് പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, അർറഹിമു മുഅല്ലഖതും ബിൽ അർശി. കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ സിംഹാസനവുമായി ബന്ധപ്പെട്ടതാണ്. മൻ വസലനി വസലഹുല്ലാഹ്. ആരാണ് ആ ബന്ധങ്ങളെ ചേർക്കുന്നവൻ, അവനുമായിട്ട് അള്ളാഹു ബന്ധങ്ങളെ ചേർക്കും. വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്. ആരാണോ ആ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവൻ, അവനുമായിട്ടുള്ള ബന്ധം അള്ളാഹു മുറിച്ചു കളയുമെന്നുള്ളത്. പെരുന്നാളിന്റെ സുദിനത്തിൽ കുടുംബ ബന്ധങ്ങളെ സന്ദർശിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇബാദത്തായിട്ടാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്.
അതുകൊണ്ട് ആ ഒരു സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. പെരുന്നാളിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആഘോഷങ്ങൾ അതിര് കവിയാൻ പാടില്ല. ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്ത എല്ലാവിധ ഇബാദത്തുകളെയും ഒരു നിമിഷം കൊണ്ട് പൊളിച്ചു കളയാൻ നമുക്ക് സാധിക്കും. അത്തരം പ്രവർത്തനങ്ങൾ പെരുന്നാളിന്റെ ദിവസങ്ങളിൽ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ റമദാൻ അവസാനിക്കുന്നതോടുകൂടി മറ്റൊരു ഇബാദത്ത് കൂടി, വളരെ അഫ്ളലായ ഒരു സുന്നത്ത് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. അത് ശവ്വാലിലെ 6 നോമ്പാണ്. ആ നോമ്പിന്റെ പ്രതിഫലം എല്ലാവർക്കും അറിയാം. മൻ സാമ റമളാനൻ ഫഅത്ബഹു സിത്തൻ മിന ശവ്വാലി കാന കസിയാമി ദഹരി എന്ന. ആരെങ്കിലും ശുദ്ധ റമളാനിൽ 30 ദിവസം നോമ്പ് നോറ്റു, എന്നിട്ട് ശവ്വാലിൽ നിന്ന് 6 നോമ്പ് കൂടി എടുത്താൽ അവൻ വർഷം മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പ് നോറ്റവനെ പോലെയാണ് എന്നാണ്. ചില ആളുകൾക്കൊക്കെ യാത്രകൾ കൊണ്ടോ അല്ലെങ്കിൽ നിർബന്ധമായ നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. സ്ത്രീകളാണ് എങ്കിൽ അവരുടെ അശുദ്ധി ബന്ധപ്പെട്ട് കുറച്ച് നോമ്പുകൾ അവർക്ക് നഷ്ടമായി പോയിട്ടുണ്ടാകും. അത് നോറ്റ് വീട്ടിയിട്ടാണ് ശവ്വാലിലെ 6 നോമ്പ് നമ്മൾ എടുക്കണം എന്ന് പണ്ഡിതന്മാരായ ആളുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് പൂർത്തിയാക്കിയതിനു ശേഷം, അതുകൊണ്ട് ഈ റമളാൻ അവസാനിക്കുമ്പോൾ ആ ഒരു സുന്നത്ത് കൂടി സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. ഈ വിശുദ്ധ റമളാനിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ സംഭവിച്ച എല്ലാവിധ തിന്മകളെയും നമ്മൾ കഴുകിക്കളഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ തൗബ അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി കൊണ്ട് മടങ്ങണം. പിന്നീട് ആ തിന്മയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. എങ്കിൽ മാത്രമേ നമ്മുടെ തൗബ അല്ലാഹു തആല നമ്മൾ സ്വീകരിക്കുകയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ ഒരുപാട് തിന്മകൾ, പാപങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടാകും. ഈ റമളാൻ കഴിയുന്നതോടുകൂടി ആ പാപക്കറകളെയെല്ലാം കഴുകിക്കളയാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ വിശുദ്ധ റമളാൻ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ടായിരുന്നു. 3 ഹദീസുകൾ നമ്മളൊക്കെ ധാരാളമായി കൊണ്ട് കേട്ടതാണ്. ഒന്നെന്താ? മൻ സ്വാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശുദ്ധ റമളാനിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈമാനോടുകൂടി നോമ്പ് നോറ്റാൽ അവന്റെ കഴിഞ്ഞുപോയ എല്ലാവിധ പാപക്കറകളും അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഈ റമളാനിൽ നോമ്പ് നോറ്റ് ആ ഒരു പുണ്യം നാം നേടുകയുണ്ടായി. രണ്ടാമതായി പറഞ്ഞത് മൻ ഖാമ റമളാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശുദ്ധ റമളാനിൽ രാത്രികളിൽ തറാവീഹ് നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞ എല്ലാ പാപങ്ങളും അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കും. മൂന്നാമത്തെ ഹദീസ് മൻ ഖാമ ഫീ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് നമസ്കരിച്ചാൽ അവന്റെ എല്ലാവിധ പാപങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. ഈ 3 പുണ്യവും കരസ്ഥമാക്കിയ ആളുകളാണ് ഞാനും നിങ്ങളും. ഇനി ഒരിക്കലും തിന്മയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ആ പാപക്കറകളെ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ച എല്ലാവിധ തിന്മകളെയും ഈ റമളാൻ കൊണ്ട് നമ്മൾ കരിച്ചു കളഞ്ഞു. ആ തിന്മകളൊന്നും സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. ഈ റമളാനിൽ നാം നേടിയെടുത്ത വ്രതവിശുദ്ധിയും തഖ്വയും ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റമളാൻ വിട പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട
ചില കാര്യങ്ങളെ പറ്റിയാണ് സൂചിപ്പിച്ചു വന്നത്. റമളാനിന് മുമ്പുള്ള നമ്മുടെ ജീവിതത്തേക്കാൾ ഉത്തമമായിരിക്കണം ഇനി റമളാനിന് ശേഷമുള്ള നമ്മുടെ ജീവിതം. റമളാനിൽ നാം ഒരുപാട് സൽക്രമങ്ങൾ നേടിയെടുക്കുകയുണ്ടായി. ആ ഇബാദത്തുകളെല്ലാം ഇനി നമുക്ക് തുടർന്നു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. 5 നേരം നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് നമസ്കരിച്ചു. ജമാഅത്ത് നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കാളികളായി. അതുപോലെ തന്നെ നോമ്പ് നോറ്റു, സ്വതക്കകൾ നൽകി, ധാരാളമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു. ഇങ്ങനെയുള്ള ഒരുപാട് നന്മകൾ നാം ഈ റമളാൻ കൊണ്ട് നേടിയെടുക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, അഹബ്ബുൽ അമാലി ഇലല്ലാഹി തആല അദ്വമുഹ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ തുടർന്നു കൊണ്ടുപോകുന്നതാണ്. ഇപ്പൊ ദിക്റുകളായാലും സ്വതക്കകളായാലും മറ്റു ഖുർആൻ പാരായണം അതൊക്കെ തുടർന്നു കൊണ്ടുപോകുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വൈൻ തല്ല, അത് എത്ര ചെറുതാണെങ്കിൽ, ഒരു ചെറിയ നന്മയാണെങ്കിൽ പോലും അതിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മരണം വരെ തുടർന്നു കൊണ്ടുപോകുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. സ്വഹാബികളായ ആളുകളൊക്കെ ആ രൂപത്തിലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ അനുഷ്ഠിച്ചു പോരുന്ന എല്ലാ കർമ്മങ്ങളും, അത് നമസ്കാരാകട്ടെ, സ്വതക്കകളാകട്ടെ, ഒരാളെ സഹായിക്കുന്നതാകട്ടെ, ഏതൊക്കെ കാര്യങ്ങളുണ്ടോ, ഒരുപാട് ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകും. ആ കാര്യങ്ങളെല്ലാം ഈ റമളാൻ കൊണ്ട് നമ്മൾ നേടിയെടുത്ത ഇബാദത്തുകളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ അത് നിലനിർത്തി തുടർന്നു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ആദ്യ ഖുതുബയിൽ സൂചിപ്പിച്ച നമ്മുടെ എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായി തീരാൻ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടത് അതിനു വേണ്ടിയാണ്. അള്ളാഹുവെ, എൻ്റെ നോമ്പിനെയും അതേപോലെ തന്നെ നമസ്കാരങ്ങളെയും എല്ലാ ഇബാദത്തുകളെയും പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലാക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വിശുദ്ധ റമളാനിൽ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് പട്ടിണി കിടന്ന് നമ്മൾ നോമ്പ് നോറ്റു. അതേപോലെ തന്നെ രാത്രിയിൽ എല്ലാ ഉറക്കവും നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് സമയങ്ങൾ നമ്മൾ പള്ളിയിൽ ചെലവഴിച്ചു. നമ്മുടെ എല്ലാ ജോലി തിരക്കുകളും ഒഴിവാക്കിക്കൊണ്ട് ഒട്ടനവധി ഇബാദത്തുകളിൽ നമ്മൾ മുഴുകി. ആ കർമ്മങ്ങളെല്ലാം പരലോകത്ത് സ്വീകരിക്കപ്പെടണം. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ് ഈ ഒരു അവസാനത്തെ വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ മഹല്ലിലെ ഈദ്ഗാഹ് ഇൻഷാ അല്ലാഹ് കൃത്യം 7 മണിക്ക് ജാമിയ നദവിയ ക്യാമ്പസ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്നതാണ്. സമയം എല്ലാവരും ഒന്ന് ഓർക്കണം. കൃത്യം 7 മണിക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഈദ് മുസല്ലയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. ഈദ് മുസല്ലയിലേക്ക് നമ്മൾ വുളു എടുത്തുകൊണ്ട് മുസല്ലയുമായി വരുന്നതാണ് ഏറ്റവും പുണ്യം. അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിനു വേണ്ടി നമ്മൾ ഈദ്ഗാഹുകളിൽ എത്തിയാൽ പ്രത്യേകമായി കൊണ്ട് നമസ്കാരങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ധാരാളമായിക്കൊണ്ട് പെരുന്നാൾ ദിവസം തക്ബീറുകൾ ചൊല്ലി നമസ്കരിച്ച് അതേപോലെ തന്നെ ഇമാമിന്റെ ഖുതുബകൾ കേട്ട് സ്വതക്കകൾ നൽകി കുടുംബ സന്ദർശനങ്ങൾ നടത്തി അങ്ങനെ ആ ഇബാദത്തിനെ പരിപൂർണമാക്കാനും വേണ്ടി നമ്മളൊക്കെ പരിശ്രമിക്കുക. നമ്മുടെ കർമ്മങ്ങളെയെല്ലാം അള്ളാഹു പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും പൊറുത്തു മാപ്പാക്കി തന്ന് നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, സഹോദരങ്ങൾ, നാട്ടുകാരായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ, അവരുടെ ഖബറടത്തെ നീ വിശാലമാക്കി കൊടുക്കണമേ നാഥ. അള്ളാഹുവെ,
ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്ക് നീ ശമനം നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികപരമായി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ പ്രയാസത്തെ നീ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ നോമ്പിനെയും നമസ്കാരങ്ങളെയും എല്ലാ ഇബാദത്തുകളെയും പരലോകത്ത് സ്വീകരിക്കപ്പെടുന്ന സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ اللهم اجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا